സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പുള്ളത്. വിവിധ ജില്ലകളിൽ മഴക്കെടുതിയും രൂക്ഷമാണ്. പാലക്കാട് വടക്കഞ്ചേരി, കണമ്പ്ര, കൊട്ടേക്കാട് വീട് തകർന്നു വീണ് അമ്മയും മകനും മരിച്ചു. ഇടുക്കിയിൽ ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. മൂന്നാർ ഗ്യാപ് റോഡിലും വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരും ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസും കൊച്ചിയിൽ നിന്ന് മിഥുൻ മുരളിയും ഉണ്ട്. ഒപ്പം തന്നെ പ്രജിത്ത് ചേരുന്നുണ്ട്. ആദ്യം പ്രജിത്തിലേക്ക് പോവുകയാണ്. പ്രജിത്ത്, മഴക്കെടുതി രൂക്ഷമാകുന്ന സാഹചര്യം മാത്രമല്ല, വിവിധ ജീവനുകളും ഇതിനെ തുടർന്ന് വിവിധ ആളുകൾ പലയിടങ്ങളിൽ മരണപ്പെടുന്ന സാഹചര്യം. എങ്ങനെയാണ് മഴ മുന്നറിയിപ്പുകൾ ഉള്ളത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട? സംസ്ഥാനത്ത് മഴക്കെടുതികൾ വ്യാപകമാകുന്നതിനിടയിലാണ് പുതിയ അലർട്ട് വന്നിരിക്കുന്നത്. പുതിയ അലർട്ട് പ്രകാരം പത്തനംതിട്ട മുതലുള്ള എല്ലാ ജില്ലകളിലും, തിരുവനന്തപുരവും കൊല്ലവും വെച്ചുള്ള എല്ലാ ജില്ലകളിലും ഇപ്പോൾ മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ 9 ജില്ലകൾ, എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കോട്ടയത്തും ഇപ്പോൾ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനം ഒരു ശക്തമായ മഴയിൽ, സംസ്ഥാനത്ത് എല്ലായിടത്തും ശക്തമായ മഴ പെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതായത് ഈ മഴക്കെടുതികൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്രയും അധികം ജില്ലകളിൽ ഒരുമിച്ച് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ഒരു അലർട്ട് കൂടി വരാനുണ്ട്. അപ്പോൾ ഈ അലർട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ ജില്ലകളിൽ ഏതെങ്കിലുമൊക്കെ ഒരു റെഡ് അലർട്ടിലേക്ക് പോകാനുള്ള സാധ്യതയും ഇപ്പോൾ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം തീരപ്രദേശങ്ങളിൽ ശക്തമായ തിരയടിക്കുള്ള സാധ്യതയുണ്ട്. ശക്തമായ കാറ്റ് വീശാൻ അവസാനം ലഭിച്ച മുന്നറിയിപ്പ് പ്രകാരം ഏതാണ്ട് 75 കിലോമീറ്ററോളം അടുത്ത് വേഗത്തിൽ ഉള്ള കാറ്റ് സംസ്ഥാനത്ത് ആഞ്ഞടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നാളെയും മഴ മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. അതിനൊപ്പം തന്നെ പത്തനംതിട്ട തൊട്ടുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. അതായത് വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഈ ഇത്രയധികം മഴക്കെടുതികളുള്ള സമയത്താണ് ഈ തുടർ ദിവസങ്ങളിലും മഴയുണ്ടാകുമെന്നുള്ള ഈ മുന്നറിയിപ്പ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ജാഗ്രത പാലിക്കേണ്ട കാര്യം. ലക്ഷ്മി. അതെ, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരുണ്ട്. അരുൺ, ഇപ്പോൾ പ്രജിത്ത് പറഞ്ഞതുപോലെയാണ് മഴക്കെടുതികൾ രൂക്ഷമാകുന്ന, വിവിധയിടങ്ങളിൽ ജീവനുകൾ നഷ്ടമാകുന്ന സാഹചര്യത്തിലും ഇനിയും മഴ മുന്നറിയിപ്പുണ്ട്. അത് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ എത്രത്തോളം ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. എന്തായാലും പാലക്കാട് വടക്കാഞ്ചേരി, കണ്ണമ്പ്രയിൽ കൊട്ടേക്കാട് വീട് തകർന്നുമാണ് അമ്മയും മകനും മരിച്ചൊരു ദുഃഖവാർത്തയുണ്ടല്ലോ. വിവരങ്ങൾ എന്തൊക്കെയാണ് അരുൺ? ലക്ഷ്മി, ഈ മഴ കനത്തതോടുകൂടെ വിവിധ ഇടങ്ങളിൽ ദുരിതം തുടരുകയാണ്. പാലക്കാട് വലിയ ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. വടക്കഞ്ചേരി കണ്ണമ്പ്രയിൽ രാത്രി ഉറങ്ങാൻ കിടന്നതായിരുന്നു ഒരു അമ്മയും മകനും. രാത്രി കനത്ത മഴ പെയ്തതോടുകൂടെ തന്നെ അവരുടെ വീടിൻ്റെ ചുവര് ഇടിഞ്ഞ് ഇവരുടെ മേലെ വീഴുകയും തുടർന്ന് 2 പേർ മരിച്ചിരിക്കുകയാണ്. കൊടക്കുന്ന് വീട്ടിൽ സുലോചന 53 വയസ്സ്, അതുപോലെ തന്നെ മകൻ രഞ്ജിത്ത് 32 വയസ്സ് എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഇവരുടെ വീടിൻ്റെ ഈ ചുവരിങ്ങനെ വീണ് ഇവർ മരിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. രാവിലെ പ്രദേശവാസികളായ ആളുകൾ, തൊട്ടടുത്തൊക്കെയുള്ള ആളുകൾ ഇവരെ അന്വേഷിച്ച് വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് ഇത്തരത്തിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ വ്യാപകമായിട്ട് പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പാലക്കാട് തന്നെ പാലം നിലംപൊത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പത്തനാപുരത്തേക്ക് ഒരു താൽക്കാലിക നടപ്പാലം, അവിടെ പ്രധാന പാലം പണി നടക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നു. ആ പാലം അടുത്തിടെ മഴ ശക്തി പ്രാപിച്ചപ്പോൾ തന്നെ ചെറിയ രീതിയിൽ അത് തകർന്നിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായും മഴ കനത്തതോടുകൂടെ ഗായത്രിപ്പുഴയ്ക്ക് കുറുകെയുള്ള ആ പാലം പൂർണ്ണമായി വെള്ളത്തിലാവുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അട്ടപ്പാടി ചേലക്കാട്ടിൽ വീടിന് മുകളിൽ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണ് ചേലക്കാട് സ്വദേശി ലീലാമ്മയുടെ വീടിൻ്റെ മുകളിലേക്കാണ് ഇന്നലെ രാത്രിയോടുകൂടെ ഈ ഇലക്ട്രിക് പോസ്റ്റ് വീണത്. അട്ടപ്പാടിയിലും കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മുള്ളി താവളം റോഡിൽ മരം റോഡിന് കുറുകെ വീണ് അവിടെ ഗതാഗത കുരുക്ക് ഉൾപ്പെടെ അനുഭവപ്പെടുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. ഏതായാലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ മഴ കൂടുതൽ കനത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു. മഴ കനത്തതോടുകൂടെ തന്നെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്ന് ഈ കർക്കിടക പുലരിയിൽ തന്നെ ഈ കണ്ണമ്പ്രയിലെ സംഭവമാണ് ഏവരെയും വലിയ രീതിയിൽ ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവമായി മാറിയത്. കാരണം രാത്രി ഉറങ്ങാൻ കിടന്ന അമ്മയും മകനും ഇത്തരത്തിൽ വീടിന്റെ ചുവര് ഇടിഞ്ഞ് മേലെ വീണ്. അതാണ് ഈ കൊട്ടേക്കാട് ദുരന്തം. അരുൺ പറഞ്ഞതുപോലെയാണ്, ഒറ്റമുറി വീട്ടിലായിരുന്നു, ഈ കിടപ്പ് രോഗിയായിരുന്നു സുലോചനയും ഒപ്പം തന്നെ മകൻ രഞ്ജിത്ത്. പക്ഷെ അവർ ആ വീട് മാറി താമസിക്കാൻ ആലോചനയുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ടല്ലോ. ഇത്തരത്തിൽ മഴ തീവ്രമാകുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ വീടുകളാണെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയാണ് പണി തീരാത്ത പാലങ്ങൾ, അത്തരം സാഹചര്യങ്ങൾ കഴിവതും പ്രദേശങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് നമുക്ക് പരമാവധി ചെയ്യാൻ സാധിക്കുന്നതല്ലേ?
തീർച്ചയായും ലക്ഷ്മി, ഇത്തരം വീടുകൾ അപകടാവസ്ഥയിലും മറ്റുമൊക്കെയുള്ള വീടുകളായാലും പാലങ്ങളായാലും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം ഈ മലയോര മേഖലകളിലേക്കൊക്കെ വലിയ രീതിയിൽ ഈ വിനോദസഞ്ചാരികളൊക്കെ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കൂടാതെ ഈ മഴ പെയ്തതോടുകൂടെ തന്നെ പാലക്കാട് ജില്ലയ്ക്ക് ധാരാളം മലനിരകളുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടങ്ങൾ വിവിധ ഇടങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പോയ ഇടങ്ങളിലൊക്കെ ആളുകൾ കാണാനെത്തി അവിടെയൊക്കെ അപകടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് കല്ലടിക്കോട് ഭാഗത്ത് വെള്ളച്ചാട്ടം കാണാൻ പോയി അവിടെ ഒരു വെള്ളച്ചാട്ടത്തിൽ യുവാവ് അകപ്പെട്ട് മരിക്കുന്ന ദാരുണ സംഭവം ഉണ്ടായത്. ഒപ്പം തന്നെ കൊല്ലങ്കോട് ഭാഗത്ത് വെള്ളച്ചാട്ടം കാണാൻ പോയി ഒരു യുവാവ് വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നും താഴെ വീണ് മരിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഈ വെള്ളച്ചാട്ടവും മറ്റുമൊക്കെ കാണാൻ പോയും വെള്ളത്തിൽപ്പെട്ടും ഒക്കെ അപകടങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഒപ്പം തന്നെ ഈ അമ്മയും മകനും മരിച്ച സംഭവത്തിൽ ഇത്തരത്തിൽ നമുക്കറിയാം ലൈഫ് മിഷനും മറ്റുമൊക്കെ ഉള്ള നാടാണ് കേരളം. വീട് വെച്ച് നൽകാൻ ഇത്തരം പാവങ്ങളായ ആളുകൾക്ക് വീട് വെച്ച് നൽകാൻ പല സർക്കാർ സംവിധാനങ്ങളും ഉണ്ട് എന്നിരിക്കെ ഇവർക്കൊന്നും വീട് ഇത്തരത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതും എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ്. ഏതായാലും ഈ മഴ കനക്കുന്നതോടുകൂടെ തന്നെ അപകടങ്ങളും വലിയ രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യമാണ് പാലക്കാട് ജില്ലയിൽ പൊതുവെ ഉള്ളത്. ലക്ഷ്മി, ശരി. അരുണാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് ഉണ്ട്. സുബിൻ, സംസ്ഥാനം പരക്കെ മഴയാണ്. ഇടുക്കിയിലാകട്ടെ അണക്കെട്ടുകളൊക്കെ നിറയുന്നു. പക്ഷേ ആശങ്ക വേണ്ട സാഹചര്യമില്ല എന്നൊക്കെയാണ് അറിയിപ്പുകൾ വരുന്നത്. കൂടാതെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നൊരവസ്ഥയുമുണ്ട്. ജില്ലയിൽ നിന്ന് ഈ മഴയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് സുബിൻ? ലക്ഷ്മി, ജില്ലയിൽ നിലവിൽ ശക്തമായ മഴ ഇടപെട്ട് പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന ഒരു അറിയിപ്പ്. അതേസമയം നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം എന്നുള്ളത് ജില്ലയിലെ ചെറു ഡാമുകളെല്ലാം തന്നെ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ മലങ്കര ഡാമും അതുപോലെ തന്നെ കല്ലാർകുട്ടി ഡാമും തുറന്നിരിക്കുകയാണ്. ഈ കല്ലാർകുട്ടി ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നാണ് നിലവിൽ ഇപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുതിരപ്പുഴ പെരിയാർ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഇന്നലെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. അത് തുടരുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ട്. പാമ്പള ഡാമിന്റെ ഷട്ടറുകളും നിലവിൽ തുറക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. കൂടാതെ കല്ലാർ ഡാം ഇന്നലെ കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരുന്നു. അതേ തുടർന്ന് ഈ കല്ലാർ പുഴ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ശേഷം ഇന്ന് രാവിലോടുകൂടി കല്ലാർ ഡാം നിലവിൽ അടച്ചത്. എന്നിരുന്നാൽ പോലും കല്ലാർ പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ തീരത്തോട് ചേർന്നുള്ള ചില വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ കല്ലാർ ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ നിലവിൽ ഈ വീടുകളിലേക്ക് വീണ്ടും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കല്ലാർ പുഴയുടെ തീരത്തുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. കൂടാതെ ജില്ലയിൽ ഇന്നലെ മുതലാണ് ശക്തമായ മഴ പെയ്തു തുടങ്ങിയത്. അതിശക്തമായ മഴയാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. ഇതിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഇടുക്കി ജില്ലയിൽ ഇന്നലെ രാത്രി ഉണ്ടായത്. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം പ്രധാനമായും മണ്ണിടിച്ചും അതുപോലെ തന്നെ ഈ മരം വീഴ്ച ഉണ്ടായുമാണ് കൂടുതലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ വലിയ പാറക്കല്ലുകൾ ഉരുണ്ട് വന്നെല്ലാം റോഡിലേക്ക് വീണ് ഗതാഗത തടസ്സമെല്ലാം ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ ഗതാഗത തടസ്സങ്ങളെല്ലാം നീക്കി നിലവിൽ ഈ മണ്ണ് വീണ ഭാഗങ്ങൾ അല്ലെങ്കിൽ മരം വീണ ഭാഗങ്ങളെല്ലാം തന്നെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് പ്രധാനമായും ഗ്യാപ് റോഡിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ ഗ്യാപ് റോഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. തുടർന്ന് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്ത് ഭാഗികമായി ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ലോവർ പെരിയാർ വൈദ്യുത നിലയത്തിന് സമീപത്ത് ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ഈ ലോവർ പെരിയാർ വൈദ്യുത സ്റ്റേഷനിലേക്ക് മണ്ണ് എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ സമയത്ത് അവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന്റെ വലിയ അപകടമാണ് ഒഴിവായിരുന്നത്. ശേഷം ഈ ഇടുക്കി പുന്നയാർ 6ാം ഗ്രൂപ്പിൽ വീടിന് മുകളിലേക്ക് മണ്ണും കല്ലും ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി. വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. വീട്ടിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു. കൂടാതെ ഈ മാട്ടുപ്പെട്ടി റോഡിലും അതുപോലെ തന്നെ രാജാക്കാട് മയിലാടുംപാറ റോഡിലും എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഇന്ന് മരം വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ മരം വീഴ്ച ഉണ്ടായതോടുകൂടി ഈ മേഖലയിലെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ വൈദ്യുതി തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൂടാതെ കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ മത്തായിക്കൊക്കെ ഭാഗത്ത് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒറ്റവരി പാതയിലൂടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. കൂടാതെ ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിൽ ആലടി, അതായത് നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ ആലടി ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ഈ ഭാഗത്ത് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. മറ്റു മേഖലയിലൂടെയാണ് മറ്റ് റോഡുകളിലൂടെയാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഗതാഗതം വഴിതിരിച്ച് വിട്ടിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു റോഡ് നിലവിൽ അപകടാവസ്ഥയിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ ശക്തമായ മഴ, ഇടവിട്ടുള്ള ശക്തമായ മഴ ഇടുക്കി ജില്ലയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. വരും മണിക്കൂറുകളിലും ശക്തമായ മഴ
ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഉള്ളത്. കൂടാതെ ശക്തമായ കാറ്റ് വീശുന്നുമുണ്ട്. എന്തായാലും അതീവ ജാഗ്രത പുലർത്താനാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വിനോദസഞ്ചാര മേഖലകളിലെല്ലാം തന്നെ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളച്ചാട്ടങ്ങളിലും അതുപോലെ തന്നെ നദീതീരങ്ങളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ആളുകൾ എത്തുന്നത് തടയണം, അല്ലെങ്കിൽ ആളുകൾ എത്തരുത് എന്നുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എന്തായാലും അതീവ ജാഗ്രതയിലാണ് ഇടുക്കി ജില്ല മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അണക്കെട്ടുകളിൽ ചെറിയ അണക്കെട്ടുകളിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. മാത്രമല്ല ഹൈറേഞ്ചിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ട്. ഈ മഴയ്ക്കൊപ്പം കാറ്റുകൂടി വരുന്നതോടെ മരങ്ങൾ കടപുഴകി വീണും ചില്ലകൾ ഒടിഞ്ഞു വീണും ഒക്കെ ഗതാഗത തടസ്സവും ഉണ്ടാകുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് യാത്രകൾ ഉൾപ്പെടെ നടത്തണം എന്നുള്ളതാണ്. സുബിനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് മിഥുൻ മുരളിയുണ്ട്. മിഥുൻ, അവിടെ ആലുവ ശിവക്ഷേത്രവും പരിസരവും ഇന്ന് പുലർച്ചെ പെയ്ത കനത്ത മഴയിൽ മുങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. ഈ വർഷം ഇതാദ്യമായി ക്ഷേത്രം മുങ്ങി. ആലുവ ശിവക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ സ്വയം ആറാടുന്നു എന്നൊരു വിശ്വാസമാണ്, അങ്ങനെ ഐതിഹ്യമാണ്. പക്ഷേ ജില്ലയിൽ നിന്ന് ഈ മഴയുമായി ബന്ധപ്പെട്ട് കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഭഗവാൻ സ്വയം ആറാടുന്ന ക്ഷേത്രമാണ് ശിവക്ഷേത്രം. ഏകദേശം പമ്പ ആലുവ മണപ്പുറം മുഴുവൻ വെള്ളത്തിന് അടിയിലായി എന്ന് തന്നെ പറയാം. മുഴുവൻ ഭാഗങ്ങളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ക്ഷേത്ര ഗോപുരത്തിന് സമീപത്തേക്കും വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് വരെ വെള്ളം കാര്യമായി കയറിയിട്ടില്ലാത്ത സാഹചര്യം. പക്ഷേ വളരെ പെട്ടെന്നാണ് ഓരോ മണിക്കൂറുകളിലും ഈ വെള്ളത്തിൻ്റെ ഉയർച്ച ഈ പ്രദേശത്ത് ഉണ്ടാകുന്നത്. പെരിയാർ നദിയിൽ വെള്ളം ക്രമാനുഗതമായി ഉയരുന്ന സാഹചര്യമാണ് ഓരോ നിമിഷവും ഉള്ളത്. ഓരോ മണിക്കൂറിലും വെള്ളം കൂടി വരുന്ന സാഹചര്യവുമുണ്ട്. ഒപ്പം ഭൂതത്താൻകെട്ട് അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ ഇന്നലെ വൈകിട്ട് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി തുറന്നിരുന്നു. അതും പെരിയാർ നദിയിൽ വെള്ളം കൂടുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ വൃഷ്ടിപ്രദേശങ്ങളിൽ, വനപ്രദേശങ്ങളിൽ ശക്തമായ മഴ ഇന്നലെ വൈകിട്ട് ലഭിച്ചിരുന്നു. ആലുവയിലും പരിസര പ്രദേശങ്ങളിലും ലഭിച്ച മഴയേക്കാൾ കൂടുതൽ ഈ വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭിക്കുന്ന മഴയുടെ അളവിലുള്ള കൂടുതലാണ്, വർധനവാണ് ഈ ആലുവ മണപ്പുറവും പെരിയാർ നദിയിലുമെല്ലാം ജലനിരപ്പ് ഉയരുന്നതിനും വെള്ളം ക്രമാനുഗതമായി ഉയർന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതിന് കാരണമാകുന്നത്. അതോടൊപ്പം തന്നെ മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റും ജില്ലയിൽ പല പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. കാറ്റിലാണ് ഇത്തവണ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ആലുവ തോട്ടക്കാട്ടുകര GCDA റോഡിൽ ഇന്ന് രാവിലെ മരം കടപുഴകി വീണ വൈദ്യുതി ബന്ധവും ഗതാഗതവും പൂർണ്ണമായി തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.